നമസ്കാരം. നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 19ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 18 വീഡിയോസ് കാണുമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് 10th പ്രിലിംസ് നമ്മൾ പ്ലേലിസ്റ്റിൽ 10th പ്രിലിംസ് നോക്കി കഴിഞ്ഞാൽ 2024-25 10th പ്രിലിംസ് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ ഭാഗത്ത് വരുന്ന പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗത്തുനിന്ന് PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? MS സ്വാമിനാഥനാണ് അല്ലെ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? MS സ്വാമിനാഥനാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഓപ്ഷൻ സി ആണ്, നോർമൻ ബെർലോഗ് ആട്ടോ. നോർമൻ ബെർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ലോകത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാ? നോർമൻ ബെർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? MS സ്വാമിനാഥൻ. മൂന്നാമത്തെ ചോദ്യം: ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? വർഗീസ് കുര്യൻ ആണ് അല്ലെ. വർഗീസ് കുര്യൻ ആണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം: ജീവനുള്ള ശരീരത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഏതാ? ജീവനുള്ള ശരീരത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഏതാ? ഓപ്ഷൻ സി ആണ്, വൈറസ് ആണ് അല്ലെ. വൈറസ് ആണ്. ജീവനുള്ള വസ്തുക്കൾ പ്രവേശിച്ചാൽ മാത്രമേ എന്തുള്ളൂ അതിന് ജീവൻ വെക്കുകയുള്ളൂ. ഏതിന്? വൈറസിന്. അഞ്ചാമത്തെ ചോദ്യം: വിഘാടകർ അല്ലാത്ത സൂക്ഷ്മാണുക്കൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ വിഘാടകർ അല്ലാത്ത സൂക്ഷ്മാണുക്കൾ ചോദിച്ചാൽ ഏതാ? അതും വൈറസ് തന്നെയാണ് കേട്ടോ. വൈറസ് തന്നെയാണ് ഏത്? വിഘാടകർ അല്ലാത്തത്. അപ്പോൾ വിഘാടകർക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? പ്രോട്ടോസോവ, ഫംഗസ്, ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് എന്താ? വിഘാടകർക്ക് ഉദാഹരണമാണ്. ആറാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ DDT പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിൽ DDT പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ്. ഓപ്ഷൻ ബി, ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ്. മനുഷ്യ ശരീരത്തിൽ DDT പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ്. ഏഴാമത്തെ ചോദ്യം: യൂട്രിഫിക്കേഷന്റെ ഫലമായിട്ട് ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യൂട്രിഫിക്കേഷന്റെ ഫലമായിട്ട് ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് അറിയപ്പെടുന്നത് എന്താ? യൂട്രിഫിക്കേഷന്റെ ഫലമായിട്ട് ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥയെ പറയുന്നതാണ് എന്ത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എട്ടാമത്തെ ചോദ്യം: മലിനജലത്തിൽ ക്രമാതീതമായിട്ട് കളകൾ വളരുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലിനജലത്തിൽ ക്രമാതീതമായിട്ട് കളകൾ വളരുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, യൂട്രിഫിക്കേഷൻ എന്നാണ്. യൂട്രിഫിക്കേഷൻ എന്നാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പഠിച്ചു? യൂട്രിഫിക്കേഷന്റെ ഫലമായിട്ട് ജലത്തിൽ ഓക്സിജന്റെ അഭാവം ഉണ്ടാകുന്ന അഭാവത്തെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ യൂട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലിനജലത്തിൽ ക്രമാതീതമായിട്ട് കളകൾ വളരുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? യൂട്രിഫിക്കേഷൻ. ഒൻപതാമത്തെ ചോദ്യം: ഭക്ഷ്യശൃംഖലയുടെ ഗ്രാഫിക്കൽ ചിത്രീകരണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭക്ഷ്യശൃംഖലയുടെ ഗ്രാഫിക്കൽ ചിത്രീകരണം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻ ബി ആണ്, പിരമിഡ് ആട്ടോ. ഏതാ? പിരമിഡ് ആണ്. പത്താമത്തെ ചോദ്യം: ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി എപ്പോഴും എന്തായിരിക്കും? ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി എപ്പോഴും എന്തായിരിക്കും? വിഘാടകർ ആയിരിക്കും. ഓപ്ഷൻ എ ആണ്, വിഘാടകർ ആയിരിക്കും. 11ാമത്തെ ചോദ്യം: ഉൽപാദകരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉൽപാദകരിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നവർ അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഓപ്ഷൻ ഡി ആണ്, ഉപഭോക്താവ് എന്നാണ്. ഓപ്ഷൻ ഡി, ഉപഭോക്താവ്. 12ാമത്തെ ചോദ്യം: ഒരു ഭക്ഷ്യശൃംഖലയിലെ ഓരോ ലെവലും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരു ഭക്ഷ്യശൃംഖലയിലെ ഓരോ ലെവലും അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഓപ്ഷൻ ഡി ആണ്, ട്രോപ്പിക് ലെവൽ എന്നാണ്. എന്താ? ട്രോപ്പിക് ലെവൽ എന്നാണ്. 13ാമത്തെ ചോദ്യം: ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, ഭക്ഷ്യ ശൃംഖല എന്നാണ്. ഓപ്ഷൻ ബി, ഭക്ഷ്യ ശൃംഖല എന്നാണ്. 14 ഭക്ഷ്യ ശൃംഖല ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്?
ഒരു ഭക്ഷ്യ ശൃംഖല ആരംഭിക്കുന്നത് എപ്പോഴും എന്തിൽ നിന്നായിരിക്കും? ഉൽപാദകരിൽ നിന്നായിരിക്കും കേട്ടോ. ഉൽപാദകരിൽ നിന്നായിരിക്കും. ഒരു ഭക്ഷ്യ ശൃംഖല എപ്പോഴും ആരംഭിക്കുന്നത് എന്തിൽ നിന്നായിരിക്കും? ഉൽപാദകരിൽ നിന്നാണ്. 15 ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാ? വാൾട്ടർ ജി റോസൻ ആട്ടോ. ആരാ? വാൾട്ടർ ജി റോസൻ ആണ്. ഇത് ഓർത്തു വെച്ചോ. ബയോഡൈവേഴ്സിറ്റി ഓർത്തു വെക്കുക. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? വാൾട്ടർ ജി റോസൻ ആണ്. 16 ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ബീർബൻ സാഹ്നിയാട്ടോ. ഓപ്ഷൻ എ ആണ്, ബീർബൻ സാഹ്നിയാണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? രാംദിയോ മിശ്രയാട്ടോ. ഓപ്ഷൻ എ ആണ്, രാംദിയോ മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാംദിയോ മിശ്രയാണ്. 18 കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ആരാ? കല്ലേൽ പൊക്കുടൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ്, കല്ലേൽ പൊക്കുടനാണ്. 19 എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാ? എൻഡോസൾഫാൻ സമരനായിക എന്ന് അറിയപ്പെടുന്നത് ആരാ? ലീലാ കുമാരി അമ്മയാട്ടോ. ഓപ്ഷൻ എ ആണ്, ലീലാ കുമാരി അമ്മ. 20ാമത്തെ ചോദ്യം, പ്ലാച്ചിമട സമരനായിക എന്നറിയപ്പെടുന്നത് ആരാ? പ്ലാച്ചിമട സമരനായിക എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ബി ആണ്, മൈലമ്മയാട്ടോ. പ്ലാച്ചിമട സമരനായിക എന്നറിയപ്പെടുന്ന എവിടെയാ? ആരാ? മൈലമ്മയാണ്. 21 ഇന്ത്യയിൽ തുടങ്ങുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് എന്ത് ചെയ്തു? ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ഏതാ? ലോബയാൻ പ്രസ്ഥാനമാട്ടോ. ഓപ്ഷൻ ഡി ആണ്, ലോബയാൻ പ്രസ്ഥാനമാണ്. 22ാമത്തെ ചോദ്യം, ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, ആംസ്റ്റർഡാമിൽ. അല്ലെ, ആംസ്റ്റർഡാമിലാണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. 23 പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാ? ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ഗ്രീൻ പീസ് ആണ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഏത്? ഗ്രീൻ പീസ്. 24 ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടന ഏതാണ്? ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടനയാണ് ഏത്? WWF. അല്ലെ, ഓപ്ഷൻ സി ആണ്, WWF ആണ്, വേൾഡ് വൈൽഡ് ഫണ്ട്. 25 WWFന്റെ ചിഹ്നം എന്താണ്? WWFന്റെ ചിഹ്നം എന്താ? ഭീമൻ പാണ്ഡയാണ്. ഓപ്ഷൻ ഡി ആണ്, ഭീമൻ പാണ്ഡയാണ്. WWFന്റെ ചിഹ്നം എന്താ? ഭീമൻ പാണ്ഡയാണ്. അങ്ങനെയാണെങ്കിൽ WWFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? WWFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗ്ലാൻഡിലാട്ടോ. എവിടെയാ? ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ ഡി, ഗ്ലാൻഡിലാണ്. അപ്പോൾ ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടനയാണ് WWF. WWFന്റെ ചിഹ്നം നമ്മൾ പറഞ്ഞു ഭീമൻ പാണ്ഡെയാണ്. ആസ്ഥാനം എവിടെയാ? ഗ്ലാൻഡിലാണ്. 27ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതു പേരിൽ അറിയപ്പെടുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, റെഡ് ഡാറ്റ ബുക്ക് എന്നാട്ടോ. ഓപ്ഷൻ ബി, റെഡ് ഡാറ്റ ബുക്ക് ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക്. 28 റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാ? റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാ? IUCN ആട്ടോ. ഓപ്ഷൻ ബി ആണ്, IUCN ആണ്. 29ാമത്തെ ചോദ്യം, ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാ? ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാ? ഓപ്ഷൻ ഡി ആണ്, WWF ആട്ടോ. ഏതാ? WWF ആണ്. 30ാമത്തെ ചോദ്യം, ആഫ്രിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ്? ആഫ്രിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാ? തന്നിരിക്കുന്നതിൽ ഏതാ? ഓപ്ഷൻ എ ആണ്, UNEP ആട്ടോ. ഏതാ? UNEP ആണ്. 31 UNEPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ് നമ്മൾ പറഞ്ഞു. UNEPയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, നെയ്റോബി ആട്ടോ. എവിടെയാ? നെയ്റോബിയിലാണ്. 32ാമത്തെ ചോദ്യം, ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ആഗോളതാപനം
പിന്നെ മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ഏതിൻ്റെതാ? ഓപ്ഷൻ ഡി ആണ്. ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യമാണ് എന്ത്? ആഗോളതാപനം മരമാണ് മറുപടി. 33 ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം ഏതാ? മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം ഏതാ? ഓപ്ഷൻ ഡി ആണ്. 1987 ആട്ടോ. 1987 ഏത്? മോൺട്രിയൽ പ്രോട്ടോകോള്. 34 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഏതാ? ഓസോണും കേട്ടോ. ഓസോണുമായി ബന്ധപ്പെട്ടതാണ് ഇത് മോൺട്രിയൽ പ്രോട്ടോകോൾ. 34 ഓസോൺ കണ്ടെത്തിയ വ്യക്തി ആരാ? ഓസോൺ കണ്ടെത്തിയ വ്യക്തി ചോദിച്ചാൽ ആരാ? ക്രിസ്റ്റ്യൻ ഷോൺപേ ആണ് കേട്ടോ. ക്രിസ്റ്റ്യൻ ഷോൺപേ ആണ്. ഓപ്ഷൻ സി ആണ്. ക്രിസ്റ്റ്യൻ ഷോൺപേ ആണ് ഓസോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഷോൺപേ ആണ്. 35 ക്ലോറോ ഫ്ലോറോ കാർബൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? അതായത് CFC കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വ്യക്തി ചോദിച്ചാൽ ആരാ? ക്ലൂറോ ഫ്ലൂറോ കാർബൺ കണ്ടെത്തിയ വ്യക്തി ഓപ്ഷൻ ബി ആണ്. തോമസ് മിഡ്ജലെ ആട്ടോ. ആരാ? തോമസ് മിഡ്ജലെയാണ്. 36 ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാ? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാ? CFC അല്ലെ? CFC ആണ്. ക്ലൂറോ ഫ്ലൂറോ കാർബൺ ആണ്. 37 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഓപ്ഷൻ എ ആണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 38 ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ്? ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാ? ഡോബ്സൺ യൂണിറ്റ് ആട്ടോ. BSc ഈ അടുക്ക് ഏതോ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാ? ഡോബ്സൺ യൂണിറ്റ് ആണ്. 39 അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്താ? അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്താ? ഓസോൺ പാളിയാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഓസോൺ പാളിയാണ്. 40ാമത്തെ ചോദ്യം ഓസോൺ പാളി കാണുന്നത് എവിടെയാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? എവിടെയാ ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാട്ടോ. എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ്. 41 ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകമാണ് ഏത്? ഓപ്ഷൻ സി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആട്ടോ. ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചിലപ്പോൾ ചോദിക്കാം തന്നിരിക്കുന്നതിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏത്? നൈട്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗണൊക്കെ തന്ന ഏത് എഴുതണം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുപോലെ നൈട്രസ് ഓക്സൈഡും എന്ത് ചെയ്യുന്നുണ്ട്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നുണ്ട്. 42 ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് വംശനാശം സംഭവിച്ച ജീവി ഏതാണ്? ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് വംശനാശം സംഭവിച്ച ജീവി ഏതാ? സ്വർണ്ണത്തവളയാട്ടോ. ഏതാ? സ്വർണ്ണത്തവളയാണ്. ഓപ്ഷൻ സി സ്വർണ്ണത്തവള. 43 ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയ വ്യക്തി ആരാ? ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയ വ്യക്തി ആരാ? ജോസഫ് ഫോറിയർ ആട്ടോ. ആരാ? ജോസഫ് ഫോറിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ജോസഫ് ഫോറിയർ ആണ്. 44 ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നതാണ്? നമുക്ക് സൂര്യനിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ചൂട് അല്ലെങ്കിൽ താപകിരണങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിലേക്ക് വരും. അതെന്ത് ചെയ്യും? ഇവിടെ ഭൂമിയിൽ പ്രതിഫലിച്ചിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലെ? അതിനെ പറയുന്ന ആ പ്രതിഭാസത്തെ പറയുന്ന പേര് എന്താണ്? എന്താ? ഓപ്ഷൻ ബി ആണ്. ഹരിതഗൃഹ പ്രഭാവമാണ്. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഏത്? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. 45 ഹരിതഗൃഹ പ്രഭാവത്തിന്റെ ഫലമായിട്ട് ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിതഗൃഹ പ്രഭാവത്തിന്റെ ഫലമായിട്ട് ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്. ആഗോള താപനം എന്ന അല്ലെ? ഓപ്ഷൻ എ ആണ്. ആഗോള താപനമാണ്. ഇനി ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടന ഏതാണ്? ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? IUCN ആട്ടോ. ഓപ്ഷൻ സി ആണ്. IUCN. IUCN ആസ്ഥാനം എവിടെയാ? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ്. 47 വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്?
വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ജീൻ ബാങ്കുകൾ എന്നാണ്. ഓപ്ഷൻ ഡി ജീൻ ബാങ്കുകൾ എന്നാണ്. 48 വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെ പറയുന്നത് എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ എ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ്. എന്താ? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 49 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായിട്ട് പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായിട്ട് പാർപ്പിച്ചിട്ട് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ് സുവോളജിക്കൽ ഗാർഡൻ ആട്ടോ. ഏതാ? സുവോളജിക്കൽ ഗാർഡൻ ആണ്. 50 കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത്? കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത്? ഏതൊക്കെ ജില്ലകളിലാണ്? തിരുവനന്തപുരത്തും തൃശ്ശൂരുമാട്ടോ. ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. 51 ചുവടെ കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പം ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഇന്തോ ബർമ മേഖല, പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയവും. പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഇന്തോ ബർമ മേഖല, പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം. 52ാമത്തെ ചോദ്യം, തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസം നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളെ പറയുന്നത് എന്താ? തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്ന ജൈവ വൈവിധ്യ മേഖലകളെ പറയുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാട്ടോ. എന്താ? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. 53 മനുഷ്യവാസ പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെ പറയുന്നത് എന്താ? മനുഷ്യവാസ പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഓപ്ഷൻ ബി ആണ് കാവുകളാണ്. അല്ലെ? എന്താ? കാവുകളാണ്. 54 കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഏത്? കടലുണ്ടിയാട്ടെ. ഓപ്ഷൻ സി ആണ് കടലുണ്ടിയാണ്. 55ാമത്തെ ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏതാണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് ഏത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. അല്ലെ? എന്താ? കമ്മ്യൂണിറ്റി റിസർവുകളാണ്. 56ാമത്തെ ചോദ്യം, ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഡാഷ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ബയോസ്ഫിയർ റിസർവുകളാട്ടോ. ഏതാ? ബയോസ്ഫിയർ റിസർവുകളാണ്. 57ാമത്തെ ചോദ്യം, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകൾ ഏത് പേരിൽ അറിയപ്പെടുന്നതാണ്? ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് വന്യജീവി സങ്കേതങ്ങൾ. അല്ലെ? ഓപ്ഷൻ ബി വന്യജീവി സങ്കേതങ്ങൾ. 58 ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് എക്സിറ്റ് കൺസർവേഷൻ എന്നാട്ടോ. ഓപ്ഷൻ സി എക്സിറ്റ് കൺസർവേഷൻ. 59ാമത്തെ ചോദ്യം, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയെ പറയുന്നത് എന്താ? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ ആട്ടോ. ഓപ്ഷൻ എ ആണ് ഇൻസിറ്റു കൺസർവേഷൻ. 60ാമത്തെ ചോദ്യം, IUCN സ്ഥാപിതമായ വർഷം ഏതാണ്? IUCN സ്ഥാപിതമായ വർഷം ഏതാ? 1948 1948 IUCN സ്ഥാപിതമാകുന്നത്. IUCN ആസ്ഥാനം ചോദിച്ചാൽ IUCN ആസ്ഥാനം എവിടെയാ? ഗ്ലാൻഡ് ആണ്. അല്ലെ? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ്.
62ാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ പട്ടിക ഏതു പേരിൽ അറിയപ്പെടുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ പട്ടിക നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? റെഡ് ഡാറ്റ ബുക്ക് അല്ലെ, റെഡ് ഡാറ്റ ബുക്കാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു റെഡ് ഡാറ്റ ബുക്ക് ആണെങ്കിൽ ആ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ഏതാ? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ചോദിച്ചാൽ ഏതാ? IUCN ആണ് കേട്ടോ, IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന IUCN ആണ്. 66ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വംശനാശം സംഭവിച്ച ജീവി വിഭാഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ വംശനാശം സംഭവിച്ച ജീവി വിഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, ക്വാഗയാട്ടെ. ഏതാ? ക്വാഗയാണ്. എന്നാൽ വരയാടും സിംഹവാലൻ കുരങ്ങുകൾ എന്തിനു ഉദാഹരണ? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ് ഏതൊക്കെ? വരയാടും സിംഹവാലൻ കുരങ്ങും അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ വരയാടിനെ സംരക്ഷിക്കുന്നതും അതുപോലെ നമ്മുടെ സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങിനെ എന്ത് ചെയ്യുന്നത്? സംരക്ഷിച്ചു പോരുന്നത്. 67ാമത്തെ ചോദ്യം ജൈവ വൈവിധ്യത്തെ എത്ര തലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? ജൈവ വൈവിധ്യത്തെ എത്ര തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്? എത്രയാ? 3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി 3 ആണ്. അപ്പോൾ ജൈവ വൈവിധ്യത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 68 ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും ചേരുന്നതാണ് ഡാഷ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ജൈവ വൈവിധ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ഏത്? ജൈവ വൈവിധ്യം. 69ാമത്തെ ചോദ്യം ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം ഏതാ? ഒരു ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, പോഷണ തലമാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്നതാണ് പോഷണ തലം. 70ാമത്തെ ചോദ്യം നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ പറയുന്നത് എന്താ? നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ പറയുന്നതാണ് ഓപ്ഷൻ ഡി, ഉപഭോക്താക്കളാണ്. ഓപ്ഷൻ ഡി, ഉപഭോക്താക്കളാണ്. 71 പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളാണ് ഡാഷ്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളാണ് ഏത്? ഉൽപാദകർ അല്ലെ, ഉൽപാദകർ. 72 ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ ഡാഷ് ആക്കി മാറ്റുന്നു. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? രാസോർജമാക്കിയിട്ടാണ് മാറ്റുന്നത് അല്ലെ. എന്താ? ഓപ്ഷൻ എ ആണ്, രാസോർജമാക്കിയിട്ട് മാറ്റുന്നു. 73 ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്ന? ഓപ്ഷൻ സി ആണ്, ഇക്കോളജി ആണ്. ഇക്കോളജി. അപ്പോൾ എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. 74 ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് എപ്പോഴും എന്ത് തന്നെയാണ്? സൂര്യനാണ്. 75 ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണേത്? ജൈവമണ്ഡലം അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ജൈവമണ്ഡലമാണ്. ഇനി IPBES എന്ന സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? IPBES എന്ന സംഘടന സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണ്, 2012 77 ഭൂമിയിൽ എത്ര മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങളുണ്ട്? ഭൂമിയിൽ എത്ര മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങളുണ്ട്? എത്രയാ? ഓപ്ഷൻ ഡി ആണ്, 17 ആട്ടോ. എത്രയാ? 17. 78ാമത്തെ ചോദ്യം ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യക്ഷമതയുടെ അളവുകോൽ എന്താ? ഒരു ആവാസ വ്യവസ്ഥയുടെ അതിന്റെ ആരോഗ്യക്ഷമതയുടെ അളവുകോല് എന്താ? ഓപ്ഷൻ സി ആണ്, ജൈവ വൈവിധ്യമാട്ടോ. എന്താ? ജൈവ വൈവിധ്യമാണ്. 79 ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാം?
ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ആർതർ ടാൻസ്ലി അല്ലെ, ആർതർ ടാൻസ്ലി ആണ്. 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാ? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. 81 ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ്, വാൾട്ടർ ജി റോസൻ അല്ലെ, വാൾട്ടർ ജി റോസൻ ആണ്. 82ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ജൈവ വൈവിധ്യ ശോഷണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ ജൈവ വൈവിധ്യ ശോഷണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാ? ജൈവ വൈവിധ്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് അധിവാസക്രമത്തിലെ മാറ്റം, ശരിയാണ്. ഒന്ന് ആവാസ വ്യവസ്ഥയുടെ ചേരുവയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണം. ഇതൊക്കെ എന്ത് തന്നെയാണ്? നാലും എന്ത് തന്നെയാണ്? പിന്നെ ജൈവ വൈവിധ്യ ശോഷണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ പഠിച്ചു വെച്ചോ. അധിവാസ ക്രമത്തിലെ മാറ്റം, ആവാസ വ്യവസ്ഥയുടെ ചേരുവയിലുണ്ടായ മാറ്റം, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും ഒക്കെ എന്ത് ബാധിച്ചിട്ടുണ്ട്? ജൈവ വൈവിധ്യത്തിന്റെ ശോഷണത്തെ ബാധിച്ചിട്ടുണ്ട്. 83ാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ ദശകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ പ്രഖ്യാപിച്ച ഏത് വർഷമാണ്? ദശകമായിട്ട് ജൈവ വൈവിധ്യ ദശകമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ ബി ആണ്, 2011-20 കേട്ടോ. 2011-20 ആണ്. 84ാമത്തെ ചോദ്യം ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ കുരങ്ങനെ സൃഷ്ടിച്ച രാജ്യം ഏതാ? ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ കുരങ്ങനെ സൃഷ്ടിച്ച രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണ്. അവസാനത്തെ ചോദ്യമാണ് 85ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതായിരുന്നു? ബേബി ദുർഗ അല്ലെ, ഓപ്ഷൻ സി ആണ്, ബേബി ദുർഗയാണ്.